ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നിങ്ങളോട് കർത്താവിൻ്റെ വചനം പറയുവാനും ഈ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് പറയുവാനും ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ പറയുന്ന വചനം സംഭവിച്ചിട്ടിരിക്കുന്നു, തിരിച്ചറിയണം. ഇന്ന് വിഷയം ഇസ്രായേലും പാലസ്തീനുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ ഞാൻ രണ്ടാമത്തെ വീഡിയോ നേരത്തെ ഇട്ട്, ഇത് മൂന്നാമത്തെ വീഡിയോ ആണ്. ഇന്ന് യുദ്ധത്തിന് ഇറാൻ അതിൻ്റെ തലയായിരിക്കുന്നു. ലെബനോൻ ഇന്ന് ഹിസ്ബുള്ളയും ടീമും ലോകത്ത് തീവ്രവാദിത്തനത്തിൻ്റെ വഴികളിൽ ലോകം ഇങ്ങനെ നശിച്ചിട്ടിരിക്കുകയാണ്. ഈ തീവ്രവാദികളെ ദൈവം തന്നെ അതിനെ തകർത്ത് കളയണം. ഒരു തീവ്രവാദികൾ ഈ ലോകത്തിൽ എഴുന്നേറ്റാൽ സാധുവായ മനുഷ്യർ എന്തു ചെയ്യും? ഇന്ന് ലോകത്ത് യുദ്ധത്തിനെ കുറിച്ച് ലോകജനങ്ങൾ ഇന്ന് അമ്പരക്കുക. രാഷ്ട്രീയക്കാരുടെ രീതിയിൽ സംസാരിക്കുന്ന വോട്ടിന് വേണ്ടി. പ്രിയപ്പെട്ടവരെ, ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്ത് നടക്കുന്ന യുദ്ധം പാലസ്തീനും ഇസ്രായേലും എന്ന് പറയുന്നു. ഇന്ന് തീവ്രവാദിത്തനം കടലിൽ സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിൽ കപ്പലുകളെ തകർത്ത് കളയുന്നു. സാധനങ്ങൾ കൊണ്ടുവരുവാനും കടന്നു പോകാത്ത രീതിയിലും ഇന്ന് ഹിസ്ബുള്ളയും ടീമും നടത്തുന്ന ഒരു തീവ്രവാദിത്തനം, അത് ആക്രമണം, ഇന്ന് ലോകം സ്തംഭിച്ച രീതിയിലിരിക്കുകയാണ്. പലവരും അതിനെ ഇസ്രായേലിന് സപ്പോർട്ട് ചെയ്യുന്നു, പലവരും തീവ്രവാദിത്തനത്തിനെ എതിർക്കുന്നു. പാലസ്തീനും ഇസ്രായേലും നടത്തുന്ന യുദ്ധം ഇന്ന് ലെബനോൻ, ഇറാൻ, ഇറാഖ്, പല ഗൾഫ് രാജ്യങ്ങൾ നേതാക്കന്മാർ അതിനെ ഏറ്റെടുത്ത് നടന്നു. നമുക്കറിയാം, ആര് യുദ്ധത്തിന് സപ്പോർട്ട് ചെയ്താലും, ലോകരാഷ്ട്രങ്ങൾ ഇറങ്ങി സപ്പോർട്ട് ചെയ്താലും ഒന്ന് വചനം ജയിക്കും. വചനം അവിടെ തോൽക്കത്തില്ല. വചനം ഒരു കാലവും തോറ്റുപോകത്തുമില്ല. വചനത്തിനെ തോൽപ്പിക്കാൻ വേണ്ടി ആര് വന്നാലും വചനം ജയം തന്നെ. ആ വചനം ജയിക്കുന്ന വചനമാണ്. അറബ് രാജ്യം ഒന്നിച്ച് നിന്നാലും, അല്ലെ യൂറോപ്യൻ കൺട്രി ഒന്നിച്ച് നിന്നാലും, അല്ലെങ്കിൽ രണ്ട് ചേരിയിൽ ഇപ്പം നടന്നിട്ടിരിക്കുക. ഇന്ന് നമ്മൾ ആലോചിക്കുന്ന ഒന്നും നടക്കത്തില്ല. പിന്നെയോ ദൈവത്തിൻ്റെ ഹിതം അവിടെ പൂർത്തിയാക്കും. ദൈവത്തിൻ്റെ ഹിതത്തിനെ നമ്മൾ ഏത് രാജാക്കന്മാരോ പ്രഭുക്കന്മാരോ മറ്റുള്ള ആർക്ക് മാറ്റാൻ പറ്റത്തില്ല. ദൈവഹിതത്തിനെ പൂർത്തിയാക്കുന്ന ദൈവമാണെന്ന് വിശ്വസിക്കണം. ഇന്ന് കരയിൽ ആക്രമണം തുടങ്ങി, പിന്നെ കടലിൽ ആക്രമണം തുടങ്ങി. ഈ ആക്രമണം എന്തുകൊണ്ടാണെന്ന് നമുക്ക് ആലോചിക്കാം, അല്ലെങ്കിൽ ചിന്തിക്കാം. എന്തുകൊണ്ടാണെന്ന് വച്ചാൽ, ഏത് രാജാക്കന്മാരുടെ ആലോചനയും ദൈവം തകർത്ത് കളയും, ഏത് പ്രഭുക്കന്മാരുടെ ആലോചനയും ദൈവം തകർത്ത് കളയും. എന്നാൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നത് എന്താണെന്ന് നമ്മളൊന്ന് അറിയുവാൻ നമ്മളെ ശ്രദ്ധകളെ കർത്താവിൻ്റെ വചനത്തിലോട്ട് കൊടുക്കാം. അവിടെ ആമോസിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ അവിടെ എന്താ പറയുന്നത്? ഞാൻ ഹാസയുടെ മതിലിൻ്റെ അകത്തു ഒരു തീ അയക്കും, അത് അതിൻ്റെ അരമനകളെ ദഹിപ്പിച്ച് കളയും. ഇന്ന് ഹാസയുടെ മതിലിൻ്റെ അകത്ത് തീ അയച്ച് അരമനകളെ ദഹിപ്പിച്ച് കളയുക. ഇത് വചനമാ, അല്ല ഒരു രാജാക്കന്മാരോ പ്രഭുക്കന്മാരോ അല്ല നാടുവാഴികളെ പറയുന്നതല്ല. ദൈവത്തിൻ്റെ വചനത്തിന് ദൈവം പൂർത്തിയാക്കുന്നതാ. എന്നാൽ നമ്മൾ അറിയേണ്ടത്, ദൈവവചനത്തോട് ആര് മത്സരിച്ചാലും ദൈവവചനം ജയിക്കും. ദൈവത്തിൻ്റെ വചനത്തിൽ അവിടെ ഒരു ജയമുണ്ടാകും. ഞാൻ അസ്കലോണിൽ നിന്നോ നിവാസിയെയും അസ്കലോണിൽ നിന്നോ ചെങ്കോലും പിടിക്കുന്നവനെ ഛേദിച്ച് കളയും. എൻ്റെ കൈ എത്രോൻ്റെയും നേരെയും അവ ഫെലിസ്ത്യരിലെ ശേഷിപ്പുള്ളവർ നശിച്ചു പോകും.
എന്ന് യഹോവയായ കർത്താവ് അരുൾ ചെയ്യുന്നു. ഇവിടെ ഫെലിസ്ത്യരെ അവിടെ പറയുന്നു, ശേഷിപ്പുള്ളവരെ നശിച്ചു പോകും എന്നു യഹോവയായ കർത്താവ് പറയുന്നു. ദൈവത്തിൻ്റെ സത്യവചനം അവിടെ പൂർത്തിയാക്കുന്നതാ. പിന്നെയോ ഇന്ന് കടലില് വലിയ പ്രശ്നങ്ങൾ നടന്നിട്ടിരിക്കുന്നു. ദൈവവചനം എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം അവിടെ പറയുന്നു, ദൈവത്തിൻ്റെ വചനമാണ് അവിടെ പൂർത്തീകരിക്കുന്നു. എന്താണ് പറയുന്നത്? എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 39-ാം അധ്യായത്തിൽ 11-ാം വാക്യം ഇങ്ങനെ പറയുന്നു, സ്തോത്രം. കടലിനു കിഴക്ക് വശത്തു വഴിപോക്കരുടെ താഴ്വരയിൽ തന്നെ അവിടെ വഴി മുടക്കുമെന്ന് പറയുന്നു. എവിടെയാ? കപ്പലുകൾ പലതും വന്നപ്പോൾ അവർ വഴി മുടക്കി. ഇത് വചനമാ പറയുന്നു. എന്നാൽ അവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്തോറും നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ പറയുന്നത് നടക്കുമെന്ന് ഇല്ല. അതുകൊണ്ടാ എടുത്തു പറഞ്ഞ ഇസ്രായേലിന് ഒരു മശാന ഭൂമി കൊടുക്കും. കടലിനു കിഴക്ക് വശത്തു വഴിപോക്കരുടെ താഴ്വരെ തന്നെ അവിടെ അവർ കോഹിനെ അവൻ്റെ സകല പുരുഷാരത്തെയും അടക്കം ചെയ്യും. അവർ അതിനെ ഹമോൻ കൊഹേ പുരുഷാരത്തിൻ്റെ താഴ്വര എന്നു പേർ വിളിക്കും. അവിടെ നമുക്കറിയേണ്ടത് ഇസ്രായേലിന് ഇവരെ അടക്കം ചെയ്യുവാൻ വേണ്ടി ആ കടലിന് നാശം വരുത്തുന്നവരെ തകർത്ത് കളയുമെന്ന ദൈവം പറയുന്നു. ദൈവത്തിൻ്റെ അരുൾപ്പാട് അത് പൂർത്തിയാക്കും. നിങ്ങളോ ഞാനോ വിചാരിക്കുന്നത് ഒന്നും നടക്കത്തില്ല. പിന്നെ സർവശക്തനായ ദൈവം വചനത്തിൽ അതിനെ എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കിയ. എന്തുകൊണ്ട് പൂർത്തിയാക്കുന്നെന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ തിരിച്ചറിയണം, രാജ്യങ്ങൾ തിരിച്ചറിയണം, ദൈവത്തിനെ ഭയക്കണം, ദൈവമുണ്ടെന്ന് അറിയണം. നിങ്ങൾ ദൈവത്തിൽ ഭയക്കുക, ദൈവത്തിൻ്റെ വചനത്തിൽ ഭയക്കുക, ദൈവമുണ്ടെന്ന് അറിയുക. ദൈവമില്ലെങ്കിൽ നമ്മളില്ല. ദൈവം തന്ന ജീവൻ അത് നമുക്കുള്ളതാ. ദൈവത്തിൻ്റെ കൃപയാലെ ഈ വചനങ്ങളെ കേൾക്കുന്ന ആരോടും ഒന്ന് പറയുന്നു, രക്ഷ ക്രിസ്തുവില. ഇന്ന് ഇസ്രായേലും പാലസ്തീൻ്റെ യുദ്ധം ഇന്ന് നടക്കുന്നു. ഹമാസ് ചെയ്യുന്ന ഒരു തീവ്രവാദിത്തനം ഈ ലോകമെമ്പാടും ഭയാനമായ ഭീതിയിൽ ഉളവാകും. ആ ദൈവത്തിൻ്റെ വചനം അത് നിവർത്തീകരിക്കുക. അതുകൊണ്ട് ദൈവവചനത്തിനെ ആര് തകർക്കുവാനോ ആര് തടുക്കുവാനോ വന്ന ദൈവ രാജ്യത്തിനെയും ആ രാജാക്കന്മാരെയും ആ പ്രഭുക്കന്മാരെയും ദൈവം തകർത്തികളയും. ഏത് രാജ്യമായിരുന്നാലും ദൈവത്തിൻ്റെ വചനം അവിടെ പൂർത്തീകരിക്കുന്നതാ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ദൈവവചനം പറയുമ്പോഴും നമ്മൾ ഓരോരുത്തരും ആ ദൈവവചനത്തിന് ഇരിക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, ദൈവത്തിൻ്റെ വചനത്തിനെ പൂർത്തീകരിക്കുന്ന ദൈവമാണ്. നിങ്ങളോ ഞാനുമല്ല, നിങ്ങളും ഞാനും ദൈവത്തിൻ്റെ വചനത്തിൽ ശ്രദ്ധപൂർവ്വം കേട്ടിരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വചനം കേട്ട് ആരെല്ലാം ഉണ്ടോ ഇത് സെൻഡ് ചെയ്യുക. പലവർക്കും ഈ സംഭവങ്ങൾ നടന്നിട്ടിരിക്കുന്നു. അപ്പം ദൈവവചനം പൂർത്തീകരിക്കുന്നു, പൂർത്തിയാക്കുന്നു. ദൈവം നിങ്ങളെ ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.